പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധവാര ധ്യാനം, 3-ാം ദിവസം, വിശുദ്ധവാരത്തിലെ ചൊവ്വാഴ്ച. ഇന്ന് സഭ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ദൈവവചനം തൈലാഭിഷേകമാണ്. ലാസറിൻ്റെ സഹോദരിയായ മറിയം യേശുവിൻ്റെ മരണത്തിൻ്റെ ദിനങ്ങളെടുത്തപ്പോൾ അവിടുത്തെ പാദങ്ങൾ തൈലം കൊണ്ട് പൂശുന്ന ആ സുവിശേഷ ഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 12. മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയായിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു വന്നു. അവർ അവന് അത്താഴമൊരുക്കി. മർത്ത പരിചരിച്ചു. അവനോടുകൂടെ ഭക്ഷണത്തിലിരുന്നവരിൽ ഒരാൾ ലാസറായിരുന്നു. അപ്പോൾ മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദിൻ സുഗന്ധതൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. മറിയത്തിൻ്റെ ഈ വിശിഷ്ട പ്രവൃത്തി കർത്താവായ യേശുക്രിസ്തു സ്നേഹപൂർവ്വം സ്വീകരിച്ച് അതിനെ അംഗീകരിച്ചതായി തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈശോ പറഞ്ഞു, എൻ്റെ മതസംസ്കാര ദിനത്തിനായി അവൾ ഇത് ചെയ്തിരിക്കുന്നു. കത്തോലിക്ക സഭയുടെ പരമ്പരാഗതമായ ചിന്താഗതി അനുസരിച്ച് യേശുവിൻ്റെ പാദങ്ങൾ കണ്ണീരുകൊണ്ട് കഴുകി തുടച്ച് കർത്താവിൽ നിന്ന് പാപമോചനം സ്വീകരിച്ച പാപനിയായ സ്ത്രീയുടെ പ്രവൃത്തിയോട് ലാസറിൻ്റെ സഹോദരിയായ മറിയത്തിൻ്റെ ഈ പ്രവൃത്തിയെ സാമ്യപ്പെടുത്താറുണ്ട്. എങ്കിലും ലൂക്കാ സുവിശേഷകൻ 7-ാം അധ്യായത്തിൽ വിവരിക്കുന്ന യേശുവിൻ്റെ പാദം കഴുകിയ പാപിനിയായ സ്ത്രീ അല്ല കർത്താവിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് ഉള്ള ദിവസങ്ങളിൽ ബഥാനിയയിൽ വെച്ച് അവിടുത്തെ പാദങ്ങൾ സുഗന്ധതൈലം പൂശിയെന്നാണ് ഇപ്പോൾ സഭ മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും ഈശോയുടെ ദിവ്യപാദങ്ങൾ വിലയേറിയ സുഗന്ധതൈലം പൂശി തലമുടി കൊണ്ട് തുടയ്ക്കുന്ന ലാസറിൻ്റെ സഹോദരിയായ മറിയത്തിൻ്റെ പ്രവൃത്തിയെ ദൈവമായ കർത്താവിനോടുള്ള അനുരഞ്ജനത്തിൻ്റെയും അവിടുത്തേക്ക് ജീവിതം പൂർണ്ണമായി ഒരു സ്നേഹക്കാഴ്ചയായി കൊടുക്കുന്നതിൻ്റെയും സന്ദേശം അതിലുണ്ട്. അതുകൊണ്ട് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധ വാരത്തിലെ ചൊവ്വാഴ്ചയായ ഇന്ന് പരിശുദ്ധ കുമ്പസാര കൂദാശയെപ്പറ്റി ധ്യാനിക്കുന്നത് വളരെ സാന്ദർഭികമാണ്, അനുഗ്രഹപ്രദമാണ്. ആംഗ്ലിക്കൻ സഭയുടെ ഏറ്റവും ഉയർന്ന ദൈവശാസ്ത്രജ്ഞനായിരുന്ന ജോൺ ഹെൻറി ന്യൂമാൻ കത്തോലിക്ക സഭയിലേക്ക് ആകർഷിക്കപ്പെട്ടതിൻ്റെയും അദ്ദേഹം തിരുസഭയെ ആശ്ലേഷിച്ചതിൻ്റെയും അടിസ്ഥാന കാരണമായി അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്. അദ്ദേഹം ലോകപ്രസിദ്ധനായ ഒരു മനഃശാസ്ത്രജ്ഞൻ കൂടെയായിരുന്നു എന്ന കാര്യം ഇവിടെ പ്രത്യേക സ്മരണീയമാണ്. പാപം ചെയ്യുന്ന, തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ്റെ
വ്യക്തിത്വത്തിന് എന്ത് സംഭവിക്കുന്നുവെന്ന് അദ്ദേഹം പഠിച്ചു. ഗവേഷണത്തിലൂടെ മനസ്സിലാക്കിയത്, ഒരു ചില്ല് കൊണ്ടുള്ള പാത്രം താഴെ വീണ് ഉടഞ്ഞാൽ അതെപ്രകാരം പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുന്നു, ആ അവസ്ഥയിലാണ് പാപം ചെയ്യുന്ന, തിന്മ ചെയ്യുന്ന മനുഷ്യൻ്റെ അവസ്ഥയും. പാപം ചെയ്യുന്ന മനുഷ്യൻ്റെ വ്യക്തിത്വം ആന്തരികമായി പൂർണ്ണമായും അപകടസ്ഥിതിയിലാകുന്നുവെന്ന് ജോൺ ഹെൻറി ന്യൂമാൻ തൻ്റെ മനഃശാസ്ത്ര ഗവേഷണത്തിലൂടെ വ്യക്തമായി മനസ്സിലാക്കുകയുണ്ടായി. അതിനൊരു പ്രതിവിധി കണ്ടുപിടിക്കാൻ അദ്ദേഹം ആവുന്നത്ര ബൗദ്ധികമായി എല്ലാ കഴിവും ഉപയോഗിച്ച് ശ്രമിച്ചെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ആ പശ്ചാത്തലത്തിലാണ് കത്തോലിക്കാ സഭയിലെ പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിലേക്ക് അദ്ദേഹം തൻ്റെ ശ്രദ്ധ തിരിച്ചത്. ഡെവലപ്മെൻ്റ് ഓഫ് ക്രിസ്ത്യൻ ഡോക്ട്രിൻസ് എന്ന പേരിൽ അദ്ദേഹം നടത്തിയ, ദീർഘകാലം കൊണ്ട് പൂർത്തിയാക്കിയ ഒരു ഗവേഷണ പഠനത്തിൽ അദ്ദേഹത്തിന് വ്യക്തമായി ബോധ്യം വന്നത്, പാപം ചെയ്യുന്ന മനുഷ്യൻ്റെ തകർന്ന ആന്തരിക സ്ഥിതി പരിഹരിക്കാൻ ആകാശത്തിന് കീഴിൽ പൂർണ്ണമായും ഫലദായകമായൊരു മാർഗമുണ്ട്. അതാണ് കത്തോലിക്കാ സഭയിലെ കുമ്പസാരം. തൻ്റെ ഗവേഷണങ്ങളിൽ നിന്നും പഠനങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ബോധ്യം വന്ന ഈ പരിശുദ്ധ കുമ്പസാര കൂദാശ സ്വീകരിച്ച് അതിൻ്റെ അനുഗ്രഹം തനിക്കും പ്രാപിക്കണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹം അദ്ദേഹത്തിൽ വളർന്നു വന്നതിൻ്റെ പേരിലാണ് അദ്ദേഹം ആംഗ്ലിക്കൻ സഭയുടെ അംഗത്വവും അതിലെ പ്രധാനപ്പെട്ട സ്ഥാനവും അതിലൂടെ ലഭിച്ചിരുന്ന സാമ്പത്തികമായ വലിയ ഫലങ്ങളും അദ്ദേഹം ഉപേക്ഷിച്ചുകൊണ്ട് കത്തോലിക്കാ സഭയിൽ ചേർന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: കത്തോലിക്കാ സഭയിൽ ഞാനൊരു വലിയ അത്ഭുതം കണ്ടു. അത് മറ്റൊന്നുമല്ല, പാപത്തിൻ്റെ ഭാരം താങ്ങാനാവാതെ വീർപ്പ് മുട്ടുന്ന മനുഷ്യൻ കത്തോലിക്കാ സഭയുടെ കുമ്പസാര കൂദാശ സ്വീകരിക്കുന്നതോടെ പൂർണ്ണമായി സ്വതന്ത്രനാക്കപ്പെടുന്നു. ന്യൂമാൻ്റെ ഈ കണ്ടെത്തലിനോട് മറ്റു ചില മനഃശാസ്ത്രജ്ഞന്മാരും യോജിക്കുന്നുണ്ട്. ഫ്രോയിഡിൻ്റെ ശിഷ്യനായിരുന്ന ചാൾസ് യൂൺ 45,000-ഓളം മാനസിക രോഗികളെ ചികിത്സിച്ച് ലോക റെക്കോർഡ് നേടിയ അദ്ദേഹം കത്തോലിക്കാ സഭയുടെ കുമ്പസാരത്തെ വളരെ വിസ്മയത്തോടും ആദരവോടും കൂടി വിലയിരുത്തിക്കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്: ഞങ്ങളെപ്പോലെയുള്ള അതിവിദഗ്ധ മനോരോഗ ചികിത്സകർ 4-5 വർഷമെടുത്ത് ഒരു രോഗിയിൽ വരുത്തുന്ന മാറ്റത്തേക്കാൾ വിസ്മയകരമായ മാറ്റമാണ് ഒരു കത്തോലിക്ക പുരോഹിതൻ 10-15 മിനിറ്റ് കൊണ്ട് ഒരു വ്യക്തിയിൽ വരുത്തുന്ന ആന്തരിക പരിവർത്തനം. ക്രിസ്തുവിൻ്റെ പാദങ്ങളിൽ ഇരുന്ന് അവിടുത്തെ പരിശുദ്ധ സന്നിധിയിൽ അവിടുത്തെ പാദങ്ങൾ വിലയേറി തൈലം കൊണ്ട് പൂശുന്ന മഗ്ദലന മേരി, കർത്താവായ യേശു ക്രിസ്തുവിനെ വിശുദ്ധ കുമ്പസാര കൂദാശ വഴി സർവസ്വവുമായി നാഥനായി സ്വീകരിക്കുന്നതിൻ്റെ ഒരു നല്ല പ്രതീകമാണ്. കുമ്പസാര കൂദാശ സ്വീകരിക്കണമെങ്കിൽ കർത്താവിൽ നിന്ന് അകറ്റുന്നവയെല്ലാം പൂർണ്ണമായി ഉപേക്ഷിക്കണം. കർത്താവിൽ നിന്ന് അകറ്റുന്നത് എല്ലാ സാഹചര്യങ്ങളോടും വിട പറയണം. അതിൻ്റെ ഒരു പ്രതീകമാണ് ബലപ്പെട്ട നർദീൻ തൈലം ക്രിസ്തുവിൻ്റെ പാദങ്ങളിൽ ഒരു കാഴ്ചയായി അർപ്പിക്കുന്ന മറിയത്തിൻ്റെ പ്രവൃത്തി. പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ പീഡാസഹനത്തിൻ്റെയും
മരണത്തിൻ്റെ ഉയർപ്പിൻ്റെയും ഫലമായി നമുക്ക് ലഭിക്കുന്ന ദൈവിക ജീവൻ, നിത്യജീവൻ പ്രാപിക്കുന്നതിന് അനിവാര്യമായ ഒരു വിശുദ്ധ കൂദാശയാണ് കുമ്പസാരം എന്ന കൂദാശ. തൻ്റെ സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ഒരു ഫലം എന്ന വിധമാണ് ഈശോ ഈ കൂദാശയെ അപ്പൊസ്തലന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. തൻ്റെ സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും വിജയം നേടലായ ഉത്ഥാനത്തിൻ്റെ അന്ന് രാത്രിയിൽ തൻ്റെ 11 അപ്പൊസ്തലന്മാരെ സന്ദർശിച്ചുകൊണ്ട് ഈശോ ഇങ്ങനെ പറയുന്നതായി യോഹന്നാൻ തൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു അപ്പൊസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും, നിങ്ങൾ ആരുടേത് ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും. ആ വാക്യത്തിൻ്റെ ഘടനയിൽ ശ്രദ്ധാപൂർവം അത് പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകുന്നൊരു കാര്യം, ദൈവം തന്നെയായ യേശുക്രിസ്തുവിന് മാത്രമുള്ള പാപമോചന അധികാരം അപ്പസ്തോല ഗണത്തിന്, അപ്പസ്തോല സംഘത്തിന് യേശു കൈമാറുന്നതായിട്ടാണ്. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും, നിങ്ങൾ ആരുടേത് മോചിക്കാതിരിക്കുന്നുവോ അവ മോചിക്കപ്പെടാതിരിക്കും എന്ന് പറയുമ്പോൾ പാപമോചനം അപ്പസ്തോല അധികാരത്തിന് മാത്രമായി റിസർവ് ചെയ്യപ്പെട്ടതാണെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് കത്തോലിക്കാ സഭ കുമ്പസാരവേദിയെ വിശുദ്ധ ബലിവേദി പോലെ തന്നെ ശ്രേഷ്ഠമായി കണക്കാക്കുന്നത്. ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും പുനരാവിഷ്കരണ വേദിയാണ് വിശുദ്ധ ബലിപീഠമെങ്കിൽ, ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും ഫലമായ പാപമോചനം വിതരണം ചെയ്യുന്ന നിധി നിക്ഷേപം അഥവാ ട്രഷറി കുമ്പസാരവേദിയാണ്. വിശുദ്ധ കുർബാന ദീപകുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിൽ സംബന്ധിക്കാനുള്ള അവസരവും സന്ദർഭവുമാണെങ്കിൽ, ആ വിരുന്നിൽ പങ്കെടുക്കാൻ ഒരുവനെ യോഗ്യനാക്കുന്ന വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ധരിപ്പിക്കുന്ന സ്ഥലം കുമ്പസാരവേദിയാണ്. പാപം മൂലം ദൈവത്തിൽ നിന്ന് ദൂരെ അകന്നുപോയ മനുഷ്യനെ കർത്താവ് അന്വേഷിച്ചിറങ്ങി അവസാനം കണ്ടെത്തുന്ന വിശുദ്ധ സ്ഥലമാണ് കുമ്പസാരവേദി. അതുകൊണ്ട് ബലിവേദി പോലെ തന്നെ നമ്മുടെ രക്ഷയെ സംബന്ധിച്ച് ബലിവേദി പോലെ തന്നെ സുപ്രധാനമായൊരു വേദിയാണ് വിശുദ്ധ കുമ്പസാരവേദി. കുമ്പസാരവേദിയിൽ വെച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത യേശുക്രിസ്തുവിനെ നമ്മൾ നേരിട്ട് കണ്ടുമുട്ടുകയാണ് ചെയ്യുന്നത്. അനുതപിക്കുന്ന പാപിയെ വാരിപ്പുണരാനും മാറോടണയ്ക്കാനും വെമ്പൽ കൊള്ളുന്ന ദൈവത്തിൻ്റെ കരുണാപീഠമായിട്ട് വേണം കുമ്പസാരവേദിയെ നാം കാണുവാൻ. ഈശോയുടെ അതിദാരുണമായ സഹനം മുഴുവൻ്റെയും കുരിശ് മരണത്തിൻ്റെയും ഫലം ചൂടലാണ് ഓരോ കുമ്പസാരത്തിലും നടക്കുന്നത്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1497 ഖണ്ഡികയിൽ സഭ അതേപ്പറ്റി ഇപ്രകാരം വ്യക്തമായൊരു പഠനം തരുന്നുണ്ട്. അതിപ്രകാരമാണ്: മാരകപാപങ്ങളുടെ വ്യക്തിപരവും സമഗ്രവുമായ ഏറ്റുപറച്ചിലും അതേ തുടർന്നുള്ള പാപമോചനാശീർവാദവും ദൈവത്തോടും സഭയോടുമുള്ള അനുരഞ്ജനത്തിൻ്റെ സാധാരണമായ ഏക മാർഗമായി നിലനിൽക്കുന്നു. ഇവിടെ മാരകപാപങ്ങളുടെ മോചനത്തിന്
സാധാരണയുള്ള ഏകമാർഗം പരിശുദ്ധ കുമ്പസാരമാണെന്ന് സഭ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ എന്താണ് മാരകപാപം എന്നുകൂടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. തിരുസഭയുടെ മതബോധന ഗ്രന്ഥം 1456 ഖണ്ഡികയിൽ മോശ വഴി ദൈവം നൽകിയ 10 കൽപ്പനകളിൽ ഏത് ലംഘിച്ചാലും മാരകപാപമാകുമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രവൃത്തിയിലൂടെ അല്ലാത്ത പ്രമാണ ലംഘനം പോലും, പ്രവൃത്തി ഉൾപ്പെടാത്ത തരത്തിലുള്ള പ്രമാണ ലംഘനം പോലും മാരകപാപമാകും എന്ന് ഒരു സൂചന ഈ പ്രബോധനത്തിലുണ്ട്. അതിപ്രകാരമാണ്: അനുതാപികൾ ഉത്സാഹപൂർവ്വം നടത്തുന്ന ആത്മശോധനയ്ക്ക് ശേഷം തങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് ബോധ്യം വരുന്ന എല്ലാ മാരകപാപങ്ങളും കുമ്പസാരത്തിൽ എണ്ണിപ്പറയണം. ആ പാപങ്ങൾ ദൈവകൽപ്പനകളുടെ അവസാനത്തെ 2 കൽപ്പനകളുടെ ലംഘനമായാലും ഏറ്റുപറയണം. ഇവ ചിലപ്പോൾ ഗൗരവതരമായ വിധത്തിൽ ആത്മാവിനെ വ്രണപ്പെടുത്തും. അവ പരസ്യ പാപങ്ങളെക്കാൾ കൂടുതൽ അപകടകാരികളാണ് താനും. മാരകപാപങ്ങൾ ലിസ്റ്റിൽ ദൈവകൽപ്പനകളെല്ലാം വരുന്നു. ദൈവകൽപ്പനകൾ ഏത് ലംഘിച്ചാലും മാരകപാപമാകും. അതുകൂടാതെ തിരുസഭയുടെ കൽപ്പനകൾ 5 എണ്ണത്തിൽ ഏത് ലംഘിച്ചാലും മാരകപാപമാകുമെന്ന് സഭ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ പാപത്തിന് പൊറുതി ലഭിക്കാൻ, മാപ്പ് ലഭിക്കാൻ 100% ഉറപ്പുള്ള മാർഗം പരിശുദ്ധ കുമ്പസാരമാണെന്ന് സഭ വ്യക്തമാക്കുകയാണ്. മനസ്താപം മാനസാന്തരത്തിന് പകരമാവുകയില്ല എന്ന് മതബോധന ഗ്രന്ഥം 1457 ഖണ്ഡികയിൽ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. മാരകപാപം ചെയ്ത ഒരു വ്യക്തിയും ആദ്യമായി കൗദാശികമായ പാപപ്പൊറുതി നേടാതെ അഗാധമായ മനസ്താപം തോന്നിയാൽ പോലും കുർബാന സ്വീകരിക്കരുത്. മനസ്താപം ഉണ്ടെങ്കിൽ കുർബാന സ്വീകരിക്കാം എന്ന തെറ്റിദ്ധാരണയാണ്. സഭ പഠിപ്പിക്കുന്ന നേരെ വിപരീതമായിട്ടാണ്. മാരകപാപം ചെയ്ത ഒരു വ്യക്തിയും ആദ്യമായി കൗദാശികമായ പാപപ്പൊറുതി നേടാതെ അഗാധ മനസ്താപം തോന്നിയാൽ പോലും കുർബാന സ്വീകരിക്കരുത്. യേശുവിൻ്റെ പാദങ്ങൾ കണ്ണീരുകൊണ്ട് കഴുകുന്ന പാപനിയായ സ്ത്രീയുടെ ആ പ്രവൃത്തി അഗാധ മനസ്താപത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. അത്രയും മനസ്താപം ഉണ്ടായാൽ പോലും അത് കുമ്പസാരത്തിന് പകരമാവുകയില്ല. കുമ്പസാരത്തിലൂടെ മാത്രമേ പാപം മോചിക്കപ്പെടുകയുള്ളൂ എന്ന് സഭ ഇവിടെ വ്യക്തമാക്കുകയാണ്. വിശുദ്ധ കുർബാനയിലൂടെ പാപമോചനം ലഭിക്കുന്നില്ലേ? പാപമോചനത്തിൻ്റെയും അനുതാപത്തിൻ്റെയും പ്രാർത്ഥന അതിലുണ്ടല്ലോ എന്ന് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. തീർച്ചയായും വിശുദ്ധ കുർബാനയിലൂടെ പാപമോചനം നടക്കുന്നുണ്ട്. അത് ലഘുപാപങ്ങളുടേത് മാത്രമാണ്. മാരകപാപങ്ങളുടെ പാപമോചനം കുമ്പസാര കൂദാശയിലൂടെ മാത്രമേ നൽകപ്പെടുന്നുള്ളൂ. ഞാൻ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ കുമ്പസാരിക്കാത്തത് എന്ന് പറയുന്നവരുണ്ട്. വാസ്തവത്തിൽ അവർ ആത്മീയ അന്ധതയിലായതുകൊണ്ടാണ് അപ്രകാരം പറയുന്നത്. എനിക്ക് വലിയ പാപമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തി ആത്മീയ അന്ധതയിലായതുകൊണ്ട് ആ വ്യക്തിക്ക് തൻ്റെ സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വിശുദ്ധ മദർ തെരേസ പറഞ്ഞ വാക്കുകൾ ഇവിടെ ഏറെ സ്മരണീയമാണ്. ചില മഹാവിശുദ്ധർ തങ്ങളെ വലിയ കുറ്റവാളികൾ എന്ന് വിധിച്ചു. കാരണം അവർ ദൈവത്തെ കണ്ടു. ആ പ്രകാശത്തിൽ തങ്ങളുടെ തിന്മകൾ അവർക്ക് കൂടുതൽ വ്യക്തമായി ബോധ്യം വന്നു. പാപമില്ലാത്തത് കൊണ്ടല്ല, പാപബോധമില്ലാത്തത് കൊണ്ടാണ് എനിക്ക് കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പാപിയല്ല എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാനയിലൂടെ ലഘുപാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നെങ്കിലും മാരകപാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് വിശുദ്ധ കുമ്പസാര കൂദാശയിലൂടെ മാത്രമാണ്. മാത്രവുമല്ല, പാപങ്ങളുടെ മോചനത്തിന് അപ്പുറത്ത് നമ്മുടെ ആത്മാവിനെ പ്രസാദപരം കൊണ്ട് ദൈവം അണിയിക്കുന്ന ഒരു കൂദാശ കൂടെയാണ് കുമ്പസാര കൂദാശ. ഈ വിശുദ്ധ കൂദാശ യോഗ്യതയോടെ പതിവായി സ്വീകരിക്കുന്നവർ വിശുദ്ധരായിത്തീരും എന്ന്
വിശുദ്ധ ഡോൺ ബോസ്കോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സഭയുടെ വലിയ ആദ്യകാലത്തെ വലിയ ദൈവശാസ്ത്രജ്ഞനായ തെർത്തുല്യൻ പറയുന്നത്, പാപങ്ങൾ ഒരു വൈദികനോട് തുറന്ന് പറയാൻ ലജ്ജിക്കുന്നവർ തൻ്റെ രോഗം വൈദ്യനോട് പറയാൻ മടിക്കുന്നവനെ പോലെ ഭോഷനാണ് എന്നാണ്. വിശുദ്ധ കുമ്പസാര കൂദാശയിലൂടെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്ത ക്രിസ്തുവിനോടുള്ള നന്ദി പ്രകാശനം കൂടെയാണത്. നമ്മളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ അതിദാരുണ പീഡകളേറ്റത്, ദുസ്സഹമായ കുരിശുമരണം അനുഭവിച്ചത്, മരിച്ചവരിൽ നിന്ന് ഉയർത്തത്. ഈശോയുടെ ഈ പെസഹാ രഹസ്യങ്ങളോടുള്ള നമ്മുടെ ഒരു കൃതജ്ഞതാ പ്രകാശനവും കൂടെയാണ് നമ്മൾ നടത്തുന്ന വിശുദ്ധ കുമ്പസാര കൂദാശ. കുമ്പസാര കൂദാശ ഫലദായകമാകുന്നതിന് അനുതാപിയുടെ ഭാഗത്തു നിന്ന് അടിസ്ഥാനപരമായ ചില കടമകൾ നിർവഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായത്, പാപങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ തിരിച്ചറിയുക, പാപബോധം ഉണ്ടാവുക എന്നതാണ്. അതിൻ്റെ അടുത്ത പടി അവയെപ്പറ്റി ശരിയായി അനുദപിക്കുക എന്ന് വെച്ചാൽ, ക്രിസ്തുവിൻ്റെ ഹെബ്രായ ലേഖനം 6-4 മുതൽ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ബോധപൂർവം ചെയ്യുന്ന ഓരോ പാപവും ക്രിസ്തുവിനെ വീണ്ടും കുരിശിൽ തറയ്ക്കുകയാണ് എന്ന തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ദൈവസ്നേഹത്താൽ പ്രേരിതമായ അനുതാപമാണ് യഥാർത്ഥമായ അനുതാപം. മൂന്നാമത്തെ വ്യവസ്ഥ, ഏറ്റുപറയുന്ന പാപങ്ങൾ ഇനിയും ചെയ്യാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ മുൻകൂട്ടി എടുക്കുന്നതാണ്. മേലിൽ പാപം ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം അപ്രകാരം ഒരു വാക്ക് കൊടുക്കൽ മാത്രമല്ല. അതിലുപരി ഏറ്റുപറയുന്ന പാപങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി പാപത്തിൻ്റെ എല്ലാ പഴുതുകളും കാരണങ്ങളും ഉപേക്ഷിക്കുക, പഴുതുകൾ അടയ്ക്കുക എന്നാണ്. നാലാമത്തെ വ്യവസ്ഥ, എല്ലാ മാരക പാപങ്ങളെങ്കിലും കുമ്പസാരക്കാരൻ ആ വൈദികനോട് വ്യക്തമായും തുറന്നും എളിമയോടെയും ഏറ്റുപറയുക എന്നതാണ്. അവസാനമായി, കുമ്പസാര കൂദാശ പരികർമ്മം ചെയ്യുന്ന വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തം നിറവേറ്റുക എന്നതുമാണ്. ഇപ്രകാരം ഒരു പൂർണ്ണമായ കുമ്പസാരം ഈ വിശുദ്ധ വാരത്തിൽ നടത്തുന്നത് നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് തിരുനാളിനുള്ള ഏറ്റവും നല്ല ഒരു ഒരുക്കമായിരിക്കും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി.